വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് പാകത്തിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ശർക്കരയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാനിന്നിവിടെ പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു മുട്ടയും പഞ്ചസാരയും ആദ്യം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാനാണ് മിക്സി ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം 1/4 കപ്പ് ചേർത്തു, ഇപ്പോൾ വീണ്ടും 1/4 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നോക്കി വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയായിട്ടുള്ള കൂട്ടല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരല്പം ലിക്വിഡായിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരാം. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ചേർത്തപ്പോൾ തന്നെ എനിക്ക് ആ ഒരു പാകത്തിനുള്ള കൂട്ട് കിട്ടിയിരുന്നു. അഥവാ നിങ്ങളുടെ കൂട്ട് ഒരുപാട് അയഞ്ഞതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഗോതമ്പ് പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കൂട്ട് 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. റവയൊക്കെ ചേർത്തത് കൊണ്ടാണ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതൊരല്പം കൂടെ കട്ടിയായിട്ട് വരും. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. 1/2 കപ്പ് ഗോതമ്പ് പൊടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു നല്ല ഫ്ലേവറിനായിട്ടും അതുപോലെ തന്നെ ആ ഒരു മുട്ടയുടെ മണം മാറാനായിട്ടും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടിത ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കൂട്ടാണ് വേണ്ടത്. ഇതുപോലെ മുറിഞ്ഞ് വീഴുന്ന ടൈപ്പ് കൂട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കയ്യിൽ ഒരല്പം വെള്ളമാക്കിയിട്ട് ഇതുപോലെ കൂട്ടെടുത്ത് ഒന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലുപ്പത്തിലാക്കണ്ട, ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി വെക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ നല്ല ബോൾ പോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തോളൂ, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കളർ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്യരുത്. കളർ പെട്ടെന്ന് മാറിയാലും ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരില്ല. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.